വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട CPIഎമ്മിനുള്ളിൽ അഭിപ്രായ ഭിന്നതയില്ലെന്ന് CPIഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. 25% വിഹിതം വിൽക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുവാദം വേണം. ഇത് വാങ്ങാതെ സെബിയെ സമീപിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് തങ്ങൾക്ക് അറിയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അദാനി സർക്കാരിന്റെ മുൻകൂർ അനുവാദം വാങ്ങാതെയുണ്ടാക്കിയ ഡീലാണ് തങ്ങൾ വിമർശനം ഉന്നയിക്കുന്നത്. ഇതിൽ മറുപടി പറയാൻ VD സതീശന് മാത്രമല്ല രാഹുൽ ഗാന്ധിക്കും ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മംഗലാപുരം ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്രയും അദാനിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരെ കണ്ടതും ചർച്ചയായെങ്കിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. അദാനിക്ക് പിന്തുണ നൽകുന്നത് CPIഎം ആണെന്ന് സ്ഥാപിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. എന്നാൽ ഈ കരാർ ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെന്ന് എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. ദിവ്യ സൈരെ വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ വിവാദം വേണ്ടെന്ന EP ജയരാജന്റെ പ്രതികരണങ്ങളെ തള്ളി CPIഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്. പാർട്ടിയിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ലെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യം വിവാദമാക്കേണ്ടതില്ലെന്നും പറയുന്നതിൽ പ്രസക്തിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൂത്തുക്കുടി തുറമുഖത്ത് MSC കമ്പനിക്ക് സ്വന്തമായി ടെർമിനൽ ഉള്ളത് കരാർ ലംഘനത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് വിശദീകരിക്കേണ്ടത് സർക്കാരാണെന്ന് തോമസ് ഐസക് ആവശ്യപ്പെട്ടു. ദിവ്യ സൈരെ പദവിയിൽ നിന്നും മാറ്റാൻ സർക്കാരിന് നിയമപരമായ അധികാരമുണ്ട്. എങ്കിലും മുൻപ് അദാനി ഗ്രൂപ്പുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥയെ മാറ്റുമ്പോൾ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരുമെന്നും ആ ആശങ്കകൾ പ്രസക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.